രമേശ് ചെന്നിത്തലയുടെ ഒരു വൻ പദ്ധതിയാണ് ഓപ്പറേഷൻ തുഫാൻ. അത് വലിയ ജനപ്രീതിയൊക്കെ നേടുകയും ചെയ്തു. ഒരു ജനസമ്പർക്കവും അതിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അത് പ്രതീക്ഷിച്ചത്ര തരത്തിൽ ലക്ഷ്യം കൈവരിക്കുന്നുണ്ടോ? രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ വലിയ പ്രചാരം കൊടുത്താണ് അത് ഈ 2026 ജൂൺ 1 മുതൽ നടപ്പിലാക്കിയത്. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ 35-36 ദിവസമായിട്ട് ഇപ്പോൾ കേരളത്തിൽ 5353 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അതിൽ 5736 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇത്രയും ദിവസങ്ങളായിട്ട്. അപ്പം ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും ഇത് വലിയ വിജയമാണെന്ന് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ മയക്കുമരുന്ന് വ്യാപാര ശൃംഖലയെ തകർക്കണമെങ്കിൽ അതിങ്ങനെ പരസ്യമായി കൊട്ടിഘോഷിച്ച് നടത്തേണ്ട കാര്യമല്ല. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത്തരം വ്യാപാരം നടത്തുന്നവർ രഹസ്യമായി ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കേണ്ടത് രഹസ്യമായിട്ടാണ്. നമ്മളിങ്ങനെ വലിയ വിളംബരം നടത്തിയല്ല ഇത്തരം ഓപ്പറേഷൻ നടത്തേണ്ടത്. ഇത് വളരെ സൈലൻ്റായിട്ട് പോകേണ്ട ഒരു കാറ്റായിരുന്നു. ഇതിപ്പം കാറ്റ് വീശുകയും യഥാർത്ഥ പ്രതികളെല്ലാം അത് മാളത്തിൽ ഒളിച്ചിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം വരുന്നു. പക്ഷേ നമ്മുടെ ഈ വിതരണ ശൃംഖലയിലെ 4ാം ശ്രേണിയിലും 5ാം ശ്രേണിയിലും ഉള്ളവരാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നവർ ബഹുഭൂരിപക്ഷം പേര്. അതായത് നമ്മുടെ ഈ തട്ടുകടയിലും ഉന്തുവണ്ടിയിലുമൊക്കെ കൊണ്ട് നടക്കുന്ന കച്ചവടം നടത്തുന്ന ചെറിയ ചെറിയ ആളുകളാണ്. യഥാർത്ഥ ഈ വിതരണ ശൃംഖലയിലെ 1, 2, 3, 4 ഘടകങ്ങളൊന്നും ഇതിനകത്ത് വരില്ല. കാരണം അവരൊക്കെ സേഫ് സോണിൽ നിൽക്കുകയായിരിക്കും. കാരണം ഗവൺമെൻറ് ഒരു ഇനിഷ്യേറ്റീവ് നടക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഗവൺമെൻറ് ഒരു ക്യാമ്പയിൻ നടത്തുകയാണ്. അതിൽ മോഹൻലാലിനെ പോലെയുള്ള നടന്മാർ പ്രമുഖരായ എല്ലാവരെയും പറയുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്നവർ ഈ ഒരു മാസത്തേക്ക് ലീവ് എടുത്തുകൊണ്ട് ടൂർ പോവുകയോ മറ്റെന്തെങ്കിലും സ്വകാര്യ കാര്യങ്ങളിൽ ഇടപെടും. കാരണം ഈ കച്ചവടം തൽക്കാലം അവർ നിർത്തിവെക്കും. ഇതൊക്കെ നമ്മൾ എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാരണം ഗവൺമെൻറ് ഇതുപോലെയുള്ള ഒരു വലിയൊരു യുദ്ധം നടക്കുമ്പോൾ, അതായത് മയക്കുമരുന്നിനെതിരായ യുദ്ധം നടക്കുമ്പോൾ അത് യഥാർത്ഥ കുറ്റവാളികളെ പിടിക്കണമെങ്കിൽ അതൊരു രഹസ്യമായി ചെയ്യേണ്ട കാര്യമാണ്. അതേസമയം നമ്മൾ ബോധവൽക്കരണം നമുക്ക് പരസ്യമായി ചെയ്യാം. അപ്പോൾ നമ്മൾ ബോധവൽക്കരണം നടത്താൻ പറ്റാത്ത സ്റ്റേജാണ് കേരളത്തിൽ. കാരണം ജനങ്ങൾക്ക് ബോധം വേണ്ടേ. ബോധം ഈ നമ്മുടെ മയക്കുമരുന്നും മദ്യവും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്റ്റേറ്റായിട്ട് കേരളം മാറി. അപ്പം ഞാൻ ഈ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ കണക്കുകൾ നോക്കി. അപ്പോൾ 2020 പാർലമെൻറ്റ് ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് കൊണ്ടുവന്നത്. പ്രിവെൻഷൻ ഓഫ് ഇല്ലിസിറ്റ് ട്രാഫിക് ഇൻ നാർക്കോട്ടിക് ഡ്രഗ്സ് എന്നുള്ള ഈ ആക്ട് ഉണ്ട്. അതായത് NDPS ആക്ട് 2020. അപ്പോൾ അതിനുശേഷം ദേശീയ തലത്തിൽ പുതിയ നിയമം കൊണ്ടുവന്നു. ഈ നാർക്കോട്ടിക്കായിട്ട് ബന്ധപ്പെട്ടുള്ളതിന് അത് കൂടുതൽ ഗവൺമെൻറ്റിന് ഇടപെടാൻ കഴിയുന്ന തരത്തിലേക്കുള്ള നിയമമായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ദേശീയ തലത്തിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ അതായത് സംസ്ഥാന സർക്കാരുകളാണ് ഇത് പ്രധാനമായിട്ടും ചെയ്യുക. അതുപോലെ ഡ്രഗ്സ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഏജൻസികളുണ്ടാവും. അത് നടത്തിയ നടപടികൾ പാർലമെൻറ്റിൽ തന്നെ ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ നമ്മുടെ കേരളത്തിലെ KC വേണുഗോപാൽ 2023 ചോദ്യത്തിന് മറുപടിയായിട്ട് കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനത്തിലും ഈ ആക്ട് നിലവിൽ വന്നതിന് ശേഷം കേസുകൾ രജിസ്റ്റർ ചെയ്തതിൻ്റെ കണക്കുകൾ കൊടുത്തിരുന്നു, പാർലമെൻറ്റിൽ കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ 2022 അതായത് 2020 കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് 4968 കേസാണ്. ഇത് പാർലമെൻറ്റിലെ കണക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 2022 കേരളത്തിൽ 26,619 കേസ് രജിസ്റ്റർ ചെയ്തു 2022 തന്നെ. അപ്പോൾ അത് പിന്നീട് നമ്മൾ കേരളത്തിൽ 2025 വരെയുള്ള കണക്കുകൾ ഞാൻ നോക്കുമ്പോൾ 2023 30,697 കേസുകളാണ്. അപ്പോൾ 2022 കേരളം പഞ്ചാബിനെ ഓവർടേക്ക് ചെയ്തു. അതിനു മുമ്പ് മഹാരാഷ്ട്രയും പഞ്ചാബുമായിരുന്നു ഈ നാർക്കോട്ടിക് മേഖലയിൽ മുന്നിൽ നിന്ന്, അതിന് വ്യാപാരത്തിൽ മുന്നിൽ നിന്ന സംസ്ഥാനങ്ങൾ കേസുകളിൽ. അപ്പം നമ്മൾ അവരെല്ലാം വളരെ മുന്നിലേക്ക് പോയി. 2023 30,697 കേസ് ഈ കൊച്ചു കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞാനീ പറഞ്ഞ ഈ ഓപ്പറേഷൻ തൂഫാൻ ഇല്ലാതെ തന്നെ കേരളത്തിൽ ഇത്രയധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മൊത്തം നടക്കുന്ന ക്രിമിനൽ ഈ നാർക്കോട്ടിക് വ്യാപാരത്തിൻ്റെ 10% പോലും ആകില്ല ഇത്. നമ്മൾ ഞാൻ പറഞ്ഞ പിടിച്ച കണക്കുകളാണ്. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക ഇനിഷ്യേറ്റീവ് ഇല്ലാതെ നോർമൽ പ്രൊസീജിയറിലൂടെ 2023 30,697 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 2024 27,701 കേസാണ് രജിസ്റ്റർ ചെയ്തത്. 2025 33,884 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് 25,262, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് 8,622 കേസുമാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഈ കേരളത്തിൽ ഈ തരത്തിൽ മയക്കുമരുന്ന് വലിയ ജനകീയമായ ഒരു സംരംഭമായി മാറി.
അപ്പോൾ ഈ സംരംഭം ഇത്രയും ജനകീയമാകാനുള്ള കാരണം ഇതിന് ആഗോള തലത്തിലുള്ള വ്യാപാര ശൃംഖലയുമായി കേരളം ലിങ്ക്ഡ് ആണ്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള ഏജൻസികൾ ഇതിൻ്റെ പുറകിലുണ്ട്. അതിലൂടെ രാജ്യത്തിൻ്റെ വ്യത്യസ്ത പ്രദേശത്ത് നിന്ന് കേരളത്തിലേക്ക് വരുന്നു. അപ്പോൾ അത് ബാംഗ്ലൂർ വഴി വരുന്നുണ്ട്, നമ്മുടെ അതിഥി തൊഴിലാളികളെ ഉപയോഗിക്കുന്നുണ്ട്, അല്ലാതെ കരിയർമാരായിട്ട് ഒരുപാട് പേരെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മുടെ പോലീസിനും രാഷ്ട്രീയക്കാർക്കും നല്ലവണ്ണം അറിയാം. ഇപ്പം നമ്മൾ ഓപ്പറേഷൻ തൂഫാനിൽ പ്രാദേശിക തലത്തിൽ ജനങ്ങൾക്ക് അറിയുന്ന തരത്തിൽ വിൽപ്പന നടക്കുന്നതാണ് ഇപ്പോൾ പിടിക്കപ്പെടുന്നത്. അതിൽ കൂടുതലും ഈ മയക്കുമരുന്നതിനേക്കാൾ ഉപരി പിടിക്കുന്നത് മറ്റ് ഇതുണ്ടല്ലോ, നമ്മുടെ ഈ ചെറിയ ബംഗാളിലൊക്കെ ഉപയോഗിക്കുന്ന അത്തരം വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. അതിന് ഒരു ലഹരിയിൽ വരുന്നുവെങ്കിൽ അതിന് വലിയ ഈ പുകയില ഉൽപ്പന്നങ്ങളാണ്. അത് നമ്മൾ ഈ നാർക്കോട്ടിക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നെങ്കിൽ പോലും ബേസിക്കലി അത് പുകയില ഉൽപ്പന്നങ്ങളാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിലും ബംഗാളിലും ഒക്കെ വളരെ ജനകീയമാണത്. ഇപ്പോൾ കേരളത്തിൽ നിരോധിച്ചിട്ടുണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ചെറിയ ഫൈനോ ചെറിയ തടവൊക്കെ ഉള്ളു. അതിനൊന്നൊരു ഈ പറയുന്ന ശിക്ഷ നമ്മളിപ്പോൾ ഇത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിൽ ഇത് പല കേസുകളും സീരിയസ് ആയിട്ടുള്ള കേസാകില്ല. കാരണം ഇത്തരം പുകയില ഉൽപ്പന്നങ്ങളെ പിടിക്കുന്നത് വലിയ കേസല്ല. നമ്മളിപ്പോൾ ടെലിവിഷനിലൂടെ നമ്മൾ കാണുന്നത് കൂടുതലും ഈ ചെറിയ ഉന്തുവണ്ടിയിൽ അല്ലെങ്കിൽ ചെറിയ പെട്ടിക്കടയിൽ നിന്ന് പിടിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ വിശേഷിച്ച് അതിഥി തൊഴിലാളികളാണ് ഇതിൻ്റെ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്. ശരി, നല്ല മലയാളികൾ ഉപയോഗിക്കുന്നത് മുഴുവനും മറ്റ് സിന്തറ്റിക് ലഹരിയാണ്. നമ്മളിപ്പോൾ സ്കൂൾ ലെവലിൽ മുതൽ വ്യാപകമായി ഉപയോഗിക്കുന്നത്. അതല്ല പിടിക്കപ്പെടുന്നത്. അതും പിടിക്കുന്നുണ്ടെങ്കിലും ശരിയായ പിടുത്തം നടക്കുന്നില്ല. കാരണം നമ്മുടെ സിനിമാ മേഖല ഉൾപ്പെടെ എല്ലാം ഇതിൽ ഇൻവോൾവ് ആണ്. നമുക്കറിയാം, ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പം കേരളത്തിൽ ജനകീയമായി മാറി ഈ മദ്യവും മയക്കുമരുന്നും വളരെ നേരത്തെ തന്നെ. അപ്പം ഞാൻ അതാണ് പറഞ്ഞത്, ഈ 2020 ഈ NDPS ആക്ട് വന്നതിന് ശേഷമുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഇനിഷ്യേറ്റീവ് ഇല്ലാതെയാണ് കേരളം 2022 ഇന്ത്യയിലെ 1ാം സ്ഥാനം നേടുന്നത്. പിന്നീട് നമ്മൾ എല്ലാ കാലഘട്ടത്തിലും കേരളം ഇന്ത്യയിലെ നമ്പർ 1 ഒന്നാണ്. അപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇവിടെ 3 കോടി ജനങ്ങളേ ഉള്ളൂ. ഉത്തർപ്രദേശിൽ 24 കോടി ജനങ്ങളുണ്ട്. അപ്പം അവിടുത്തെ കേസിൻ്റെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് അവരെക്കാളും മുന്നിലായിരുന്നു. ഇപ്പം നമ്മൾ അവരെക്കാളും ഏറെ മുന്നിൽ പോയിട്ടുണ്ട്. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള പ്രത്യേക പദ്ധതി വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ വ്യാപകമായി കേസുകൾ പിടിക്കപ്പെടുന്നുണ്ട്. ആ കേസുകൾ പിടിക്കപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം ഈ നമ്മുടെ ലോ ആൻഡ് ഓർഡർ മെഷീനറി വർക്ക് ചെയ്തുകൊണ്ട് മാത്രമല്ല, ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് പിടിക്കപ്പെടുന്നതാണ്. അങ്ങനെ പിടിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകൾ. അപ്പം യഥാർത്ഥത്തിൽ ഇതിൻ്റെ വിതരണ ശൃംഖല പിടിക്കപ്പെടുന്നില്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ആളുകളും, ഞാൻ സംസാരിച്ച പല ആളുകളും പറഞ്ഞതും അത് തന്നെയാണ്. കാരണം ഇത് ഈ തരത്തിലല്ല ചെയ്യേണ്ടത്. പരസ്യമായിട്ടല്ല നമ്മൾ ഇത്തരം ഇത്തരം നടപടികൾ ചെയ്യേണ്ടത്. രഹസ്യമായിട്ടാണ് ചെയ്യേണ്ടത്. കാരണം ഇത് വളരെ വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. അപ്പോൾ ഇത് നമ്മൾ പരസ്യം ചെയ്ത് നാളെ ഞാൻ നിങ്ങളെ വീട്ടിൽ റെയ്ഡ് ചെയ്യാൻ വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുണ്ടാവും. അപ്പം ഗവൺമെൻറ് മയക്കുമരുന്ന് പിടിക്കുന്നു എന്നുള്ള ഒരു വരികയുമ്പോൾ ഈ ചില്ലറ വ്യാപാരം നടത്തുന്ന കോമൺ സെൻസ് ഉള്ളവനെല്ലാം ആ വ്യാപാരം മറ്റു വഴികൾ അന്ന് 2 ദിവസത്തേക്ക് അവനത് മതിയാക്കും. അപ്പോൾ ഇതിപ്പോൾ ഇതിന് പത്രം വായിക്കാത്തവനോ വാർത്ത കാണാത്തവനോ ആയിരിക്കും ഇപ്പോൾ കച്ചവടം നടത്തുന്നത്. കാരണം മറ്റുള്ളവരൊക്കെ നിർത്തിവെച്ചിട്ടുണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ തൂഫാൻ അല്പം തണുത്തതിന് ശേഷമായിരിക്കും വ്യാപാരം വൻ ശക്തിയായിട്ട് വരിക. കാരണം ഈ വിതരണ ശൃംഖല യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെടുന്നില്ല. അതിൻ്റെ ഉപരിതലത്തിൽ താഴെത്തട്ടിലുള്ള ചില ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഇപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ പോലും കേരളത്തിലെ മയക്കുമരുന്ന് വേട്ട ഇതുകൊണ്ട് കാര്യമായ ഗുണം ചെയ്യില്ല. അപ്പോൾ അത് ഗവൺമെൻറ് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്നുള്ള തരത്തിൽ, ഒരു പോപ്പുലർ ആക്ടിവിറ്റി എന്നുള്ള തരത്തിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി ഉയർത്തി കാണിക്കുന്നതിനപ്പുറം ഇത് നമ്മൾ പ്രതീക്ഷിച്ച ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മയക്കുമരുന്ന് വ്യാപാരം വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും ഈ തരത്തിലുള്ള ശൈലിയാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നതെങ്കിൽ. ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത് ഇതൊരു പബ്ലിക് ക്യാമ്പയിനിങ്, ബോധവൽക്കരണ ക്യാമ്പയിനിങ് സ്കൂളുകളിൽ നടത്തണം. ഇപ്പോൾ ആൻറ്റി നാർക്കോട്ടിക് ആക്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കുട്ടികളെ ശരിക്കും നമ്മളെ പാഠപുസ്തകത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ കുട്ടികൾക്കൊരു ബോധവൽക്കരണം നടത്താം. അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടതാണ് മയക്കുമരുന്നിനും മദ്യത്തിനും എതിരെ. പക്ഷെ അതിന് നമ്മുടെ VD സതീശൻ സർക്കാർ മദ്യത്തിന് ലഹരി കുറഞ്ഞ മദ്യം കൊടുത്ത് കുട്ടികളെയും സ്ത്രീകളെയും ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് പ്രപ്പോസലും പാസ്സാക്കി നിൽക്കുന്നൊരു സ്റ്റേറ്റിൽ ലഹരിക്കെതിരായ പോരാട്ടം എങ്ങനെയാണ് വിജയിക്കുക? മാത്രമല്ല
കുറഞ്ഞ ലഹരിയിൽ നിങ്ങൾക്ക് മദ്യം ലഭിക്കുന്ന ഒരു പുതിയ സിസ്റ്റത്തിലേക്ക് കേരളം മാറാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനിങ് അപ്പുറം നമ്മളെ പ്രമുഖ നേതാക്കളെയൊക്കെ അതിൻ്റെ മുന്നിൽ വന്നാലും ഈ മയക്കുമരുന്ന് വ്യാപാരം കേരളത്തിൽ സുശക്തമായിട്ട് മുന്നോട്ട് പോകാനാണ് സാധ്യത. അത്രയധികം ശക്തമാണ് ഈ മയക്കുമരുന്ന് ശൃംഖലയും നമ്മുടെ രാഷ്ട്രീയക്കാരും നമ്മുടെ നീതിന്യായ പോലീസും തമ്മിലുള്ള ബന്ധം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഈ വ്യവസായം കാര്യമായി മുന്നോട്ട് പോകുന്നത്. അപ്പം ഞാനിത് പറഞ്ഞത് ഈ ഓപ്പറേഷൻ തൂഫാൻ ഇല്ലാതെ തന്നെ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ശരാശരി ഒരു വർഷം 25 മുതൽ 30-33 ആയിരം വരെയുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ ഇനിഷ്യേറ്റീവ് ചെയ്തിരുന്നെങ്കിൽ, ആത്മാർത്ഥമായ സമീപനം എടുത്തിരുന്നെങ്കിൽ ഇതിൻ്റെ ഇരട്ടി കേസുകൾ ആ കാലഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്യാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ രമേശ് ചെന്നിത്തലയുടെ ഓപ്പറേഷൻ തൂഫാൻ ഒരർത്ഥത്തിലൊരു ജനകീയ മുന്നേറ്റമാണ്. ആ തരത്തിൽ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനിങ്ങിന് ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ ലക്ഷ്യം പൂർണ്ണ രൂപത്തിൽ എന്തായാലും നേടാനുള്ള സാധ്യത കുറവാണ്. കാരണം മുൻകൂട്ടി അല്ലെങ്കിൽ നമ്മൾ പരസ്യം ചെയ്തുകൊണ്ട് ഒരു പോലീസ് ഇനിഷ്യേറ്റീവ് ഒരിക്കലും വിജയം നേടുമെന്ന് ഞാൻ കരുതുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.